അപ്പോൾ ഈ വാക്യങ്ങളൊന്നും നമ്മൾ മറക്കുക. 1 യോഹന്നാൻ 3:9, 4:4, 4:7, 5:4, 5:18. അപ്പോൾ ഒരു ദൈവപുത്രന്മാരുടെ പ്രത്യേകതയാണ് നമ്മൾ കണ്ടത്, ദൈവപുത്രന്മാരുടെ പ്രത്യേകത. ഇനി നമുക്ക് യോഹന്നാൻ 1:12-13 നമുക്ക് വന്നിട്ട് ഒന്നുകൂടി നമുക്കത് വായിക്കാം. യോഹന്നാൻ 1:12. ഈ വെളിച്ചത്തിൽ നമ്മൾ ഇത്രയും നേരം ചിന്തിക്കുകയും ധ്യാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ നമുക്കൊന്ന് വായിക്കാം ആ വാക്യം. യോഹന്നാൻ 1:12-13. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ആമേൻ. They are born of God. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു. എക്സോസിയ, അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിൻ്റെ വിത്തിനാൽ ജനിച്ച, ദൈവത്തിൻ്റെ, ഒന്നുകൂടി ഞാൻ അലങ്കാരിക, സ്പേമിനാൽ ജനിച്ച ദൈവത്തിൻ്റെ സാദൃശ്യമുള്ള കെനിയോസായ ദൈവത്തിൻ്റെ മക്കൾ. അതാണ് ഞാനും നിങ്ങളും. അതാണ് രക്ഷിക്കപ്പെട്ട ദിവസം സംഭവിച്ചത്. രക്ഷിക്കപ്പെട്ട ദിവസം ഞാൻ എന്ത് ചെയ്തു എന്നതിനേക്കാൾ പ്രധാനം ദൈവം എന്ത് ചെയ്തു എന്നുള്ളതാണ്. ദൈവം എന്നെ ഒരു അമാനുഷിക വ്യക്തിത്വമാക്കി മാറ്റി. God made me a supernatural person. God made me a supernatural person. Not a natural man. Not a man in the natural realm. ഈ സ്വാഭാവിക മണ്ഡലത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല രക്ഷിക്കപ്പെട്ട ദിവസം ഞാൻ ആയത്. സ്വാഭാവിക മണ്ഡലത്തിൽ പാപത്തോട് പോരാടി തകർന്ന് വീണ്, പിശാചിനോട് പോരാടി തകർന്ന് വീണ്, ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ തകർന്ന് വീണ്, ആകെ മൊത്തം ആഴഞ്ഞ് കുഴഞ്ഞ് ജീവിതമാകെ ഇതായ വശക്കേടിലായിപ്പോയ ഒരു 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 ഇതല്ല ദൈവം സൃഷ്ടിച്ചുണ്ടാക്കിയത്. സൂപ്പർ നാച്ചുറൽ പേഴ്സൺസ്, സൂപ്പർ നാച്ചുറൽ ബീയിങ്സ്, സൂപ്പർ നാച്ചുറൽ കെനിയോസ്. അതാണ് എൻ്റെ ഉള്ളിൽ ദൈവം സൃഷ്ടിച്ചത്. പക്ഷെ എൻ്റെ പുറമെ ഒരു മാറ്റവും. എൻ്റെ പുറമെ എൻ്റെ ജഡത്തിനും എൻ്റെ മനസ്സിനും ഒരു മാറ്റമില്ല. പക്ഷെ മാറ്റം ഉണ്ടായത് എവിടെയാ? എൻ്റെ ആത്മമനുഷ്യനില്ല. എൻ്റെ ആത്മമനുഷ്യനില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരിക്കും പറഞ്ഞാൽ ഈ സൺഷിപ്പ്, പുത്രത്വം, പുത്രന്മാരാക്കി മാറ്റുക എന്നതാണ് ദൈവ കർത്താവിൻ്റെ ഏറ്റവും പരമപ്രധാനമായുള്ള ഉദ്ദേശം. പരമപ്രധാന ഇത് നമുക്കറിയാം. 1 യോഹന്നാൻ 3:1 കൂടി നമുക്ക് വായിക്കാം. 1 യോഹന്നാൻ 3, അതും കൂടി വായിച്ച് നമുക്ക് അങ്ങ് നിർത്താം. 1 യോഹന്നാൻ 3:1. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മയും അറിയുന്നില്ല. കാൺമിൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അപ്പോൾ ആ സ്നേഹത്തിന് ആഴം മനസ്സിലായോ? ദൈവമക്കൾ എന്ന് വെച്ചാൽ ദൈവം എന്നെ മോനെ മോളെ എന്ന് വിളിക്കുന്ന ഒരു ചെറിയൊരു വിളിയിലുള്ള വ്യത്യാസമല്ല, എൻ്റെ സർനെയിം മാറ്റിയ വ്യത്യാസമല്ല. ഇനി നിഖിൽ ഗ്ലാഡ്സൺ എന്ന് വിളിച്ച് എന്നെ ഇനി ദൈവത്തിൻ്റെ മകനായ നിഖിൽ ഗ്ലാഡ്സൺ എന്ന് പറയുന്നതിൻ്റെ ഒരു നാമമാത്രമായ വ്യത്യാസമല്ല നടന്നത്. എൻ്റെ ടോട്ടൽ പേഴ്സണാലിറ്റി, ടോട്ടൽ പ്രകൃതി, ടോട്ടൽ സാദൃശ്യം, എല്ലാത്തിലും അവനൊരു വ്യത്യാസം ഉണ്ടാക്കി. അതുകൊണ്ടാണ് യോഹന്നാൻ ആശ്ചര്യചകിതനായി, ഓഫ് സ്ട്രക്കായിട്ട് യോഹന്നാൻ പറയുക, കാൺമിൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം, എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗാഡ്. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായക കൊണ്ട് നമ്മെ അറിയില്ല. അടുത്ത വാക്യം, ഇപ്പോൾ പ്രേമ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുമ്പോൾ തന്നെ കാണുകയാണ്, അവനോട് സദൃശ്യന്മാരാകും. വി ഷാൽ ബി ഇൻ ദ ലൈക്ക്നെസ് ഓഫ് ഹിം. ആരോട്? യേശുവിനോട് സദൃശ്യന്മാർ നമ്മളായിത്തീരും. ഇപ്പം നമ്മുടെ ശരീരം ക്ഷീണിച്ചിരിക്കുക, ബലഹീനമല്ല. ഇന്ന് നമ്മുടെ ആത്മമനുഷ്യൻ മാത്രമാണ് യേശുവിന് സദൃശ്യൻ. എന്നാൽ അന്ന് നമ്മുടെ ടോട്ടൽ പേഴ്സണാലിറ്റി യേശുവിനോട് സദൃശ്യനായിത്തീരും. ലൈക്ക് ഹിം, ലൈക്ക് ഹിസ് നേച്ചർ, ഫുൾ ഓഫ് ലവ്. ദൈവം സ്നേഹം തന്നെ, ദൈവം വെളിച്ചം തന്നെ, ദൈവം സത്യം തന്നെ, ദൈവം വഴി തന്നെ, ദൈവം എല്ലാം നിറഞ്ഞ യേശുവിനോട് സദൃശ്യന്മാർ നമ്മൾ ആകും.
കാൺമിൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. പ്രിയമുള്ളവരെ, ഇതൊരു ആഴമേറിയ ഒരു സത്യമാണ്. ദൈവവചനത്തിലെ ഒരു ആഴമേറിയ സത്യമാണ്. നമ്മളെ ദൈവമക്കളാകുവാനാണ് ആക്കുവാനാണ് യേശു ലോകത്തിലേക്ക് വന്നത്. സെന്റ് അത്തനേഷ്യസ് എന്ന് പറഞ്ഞാൽ ദേവദാസൻ ഇങ്ങനെ പറയും, ദ സൺ ഓഫ് ഗോഡ് ബിക്കെയിം സൺ ഓഫ് മാൻ ടു മേക്ക് സൺസ് ഓഫ് മെൻ സൺസ് ഓഫ് ഗോഡ്. ദൈവപുത്രൻ മനുഷ്യപുത്രനായി മാറിയത് മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരാക്കി മാറ്റാനാണ്. ദൈവപുത്രനായ യേശു മനുഷ്യപുത്രനായി അവതരിച്ചത് മനുഷ്യപുത്രന്മാരായ നമ്മളെ ദൈവപുത്രന്മാരെന്ന വലിയ പദവിയിലേക്ക്, വലിയ റാഡിക്കൽ ട്രാൻസ്ഫോർമേഷനിലേക്ക്, വിപ്ലവാത്മകമായ രൂപാന്തരത്തിലേക്ക് മാറ്റുവാൻ അത്രേ ദൈവപുത്രൻ ലോകത്തിലേക്ക് വന്നത്. ഹല്ലേലൂയ. ഈ ഒരു സത്യത്തെ നമുക്ക് തിരിച്ചറിയാം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, അവർ ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ഹല്ലേലൂയ.